അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊതുവെ ഇസ്ലാം വിമർശകർ മുസ്ലിമീങ്ങൾക്കെതിരെ സാധാരണയായി പറയാറുള്ള ഒരു ആരോപണമാണ്, ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ, അവർ പറയുന്ന ഭാഷ, ഏതെങ്കിലും ഒരു കാക്ക ഒരു തെറ്റ് ചെയ്താൽ മറ്റുള്ള കാക്കാമാരെല്ലാവരും കൂടി അതിനെ ന്യായീകരിച്ച് വെളുപ്പിക്കും, അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും എന്നൊക്കെയുള്ള ഒരു ആരോപണം. സത്യത്തിൽ മറ്റെല്ലാ ആരോപണങ്ങൾ പോലെ ഇതും കേവലം ഒരു ആരോപണം മാത്രമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കുക എന്നത് അവൻ്റെ ബാധ്യതയാണ്. അതെത്ര വലിയ ആളാണെങ്കിലും ശരി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അൻസാരി സുഹരി ആലപ്പുഴ, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പ്രശസ്തനാണ് എന്നു മാത്രമല്ല ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുമാണ്. അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി ഒരു സഹായം ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെ പണമയച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ധാരാളം അവശരായ ആളുകൾക്ക് അദ്ദേഹം മുഖേന സഹായം കിട്ടിയിട്ടുണ്ട്, ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തനായി സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന അൻസാരി സുഹരി ആലപ്പുഴ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ചിറയൻകീഴ് നൗഷാദ് ബാക്കവി നടത്തുന്ന സ്നേഹസാഗരം എന്ന സ്ഥാപനത്തിലെ മജ്ലിസുൻ നൂറിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ, അതിൻ്റെ ഒരു ക്ലിപ്പ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേജിലും ഇട്ടിട്ടുണ്ട്. ആ ക്ലിപ്പ് പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പല ആളുകളും രംഗത്തെത്തി. വിമർശിച്ചവരാരാണ്? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അധികവും അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് വന്നത് വലിയ എന്തോ തെറ്റോ കുറ്റോ ഒന്നുമല്ല, മറിച്ച് സംസാരത്തിനിടയിൽ വന്ന ചില അബദ്ധങ്ങൾ. ആ അബദ്ധങ്ങളെപ്പോലും ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ വിമർശിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, തെറ്റ് തിരുത്തി കൊടുക്കുകയാണ്. ഈ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെപ്പോലും സൂക്ഷ്മമായി വിലയിരുത്തിയിട്ട് ആ ശരീരഭാഷയിൽ ഒരഹങ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പണ്ഡിതന് യോജിക്കാത്ത നിലയിലുള്ള ലക്ഷണങ്ങളുണ്ട് എന്ന് വരെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതാണ് ഈ സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തെറ്റിനെ ഒരിക്കലും ഈ സമുദായത്തിൽ ആരും അംഗീകരിക്കില്ല. അത് ഈ സമുദായത്തിലുള്ളവർ ചെയ്താൽ പോലും അത് തെറ്റാണെന്ന് വിളിച്ചു പറയുമെന്നതാണ് വസ്തുത. ഇപ്പോൾ അൻസാരി സുഹരിക്കെതിരെ എത്ര ആളുകളാണ് വന്നത്? പല ആളുകളും ഫേസ്ബുക്കിൽ എഴുതിയവരുണ്ട്, വീഡിയോ ചെയ്തവരുണ്ട്. അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഈ കാണുന്ന ഉസ്താദിൻ്റെ വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ഫോട്ടോ കാണിക്കുന്നത്. വളരെ മാന്യമായി തന്നെ അദ്ദേഹം പറയേണ്ടത് കൃത്യമായി പറഞ്ഞു കൊടുത്തു, തെറ്റു തിരുത്തി കൊടുത്തു. സത്യത്തിൽ അൻസാരി സുഹരിയിൽ നിന്ന് സംഭവിച്ചത് അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയ ഒരു അബദ്ധമായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം ഇപ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ആനയെ സ്വപ്നം കണ്ടാൽ ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പം ആനയെ സ്വപ്നം കണ്ട്, ആന പിണ്ടത്തെ സ്വപ്നം കണ്ട് എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഒലക്കയുടെ മൂടുമില്ല എന്ന് അൻസാരി സുഹരി പറയാൻ. അൻസാരി സുഹരി സത്യത്തിൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ, ആനയോ പാമ്പോ പഴുതാരയോ തേളോ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അപ്പം മുതൽ ടെൻഷൻ അടിച്ച് ആകെ വ്യാകുലപ്പെട്ട് പിറ്റേന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പിന്നെ ടെൻഷൻ കയറി, അങ്ങനെ ഈ സ്വപ്നം കണ്ടാൽ അതുമാത്രമായി ചിന്തിച്ചു കൂടുന്ന ചില ആളുകളുണ്ട്. ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് മൊത്തത്തിലായിപ്പോയി. സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന ഒന്നുള്ളതാണ്, അദ്ദേഹവും അതിനെ നിഷേധിക്കുന്നില്ല. ഇപ്പം ഈ പ്രചരിക്കുന്ന വീഡിയോയല്ലാതെ ആ പ്രസംഗം മുഴുവൻ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഇതിനോട് ചേർന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥ സ്വപ്നമുണ്ട്, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പറയേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞില്ല. അശ്രദ്ധയാണ്, അങ്ങനെ സംഭവിച്ച അബദ്ധമാണ്. ഇപ്പോൾ ഒരു ഒലക്കയുടെ മൂടുമില്ല എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സ്വപ്നത്തിനോ അതിൻ്റെ വ്യാഖ്യാനത്തിനോ ഒന്നും ഒരു അർത്ഥവുമില്ല
എന്ന ഒരു ധ്വനി അവിടെ സംഭവിച്ചു പോവാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പം ഇബ്നു സീരീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വലിയ കിതാബുകൾ തന്നെ സ്വപ്ന വ്യാഖ്യാനത്തിൽ പല ഇമാമുമാരുടേതും നമുക്ക് കാണാൻ കഴിയും. അതിൽ ആനയെ സ്വപ്നം കണ്ടാൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അദ്ദേഹം സ്വപ്ന വ്യാഖ്യാനത്തെ നിരാകരിക്കുന്നത് പോലെയാണ് തോന്നിപ്പോയത്. സത്യത്തിൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് കടം വീടുന്ന ആ വിഷയത്തിലും. നമുക്കറിയാം, ഇപ്പോൾ യൂട്യൂബിലൊക്കെ എത്രയോ ആളുകളാണ് എന്തെല്ലാം തമ്പനയിൽ കൊടുത്തിട്ടാണ് കടവുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് വിമർശിച്ചതാകാനാണ് സാധ്യത. അല്ലാതെ കടം വീടുന്ന ദിക്റിനെയും ദുആഇനെയും ഒന്നും അദ്ദേഹം എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു ഉസ്താദിൻ്റെ വീഡിയോയുടെ തമ്പനയിലാണ്. ആ വീഡിയോ ഞാൻ കണ്ടതുമാണ്. ഇതുമാത്രം ചൊല്ലിയാൽ മതി, ഉറപ്പ് 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 കടം വീടും, എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുക. ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ ഒരു സാധാരണ വീട്ടമ്മ കാണുമ്പോൾ, ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, പലരുടെയും വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ അവർക്കൊരു ബുക്ക് തന്നെ ഉണ്ടാവും, ഒരു ഡയറി തന്നെ ഉണ്ടാവും. ഇതേപോലെ കുറേ ഉസ്താദുമാർ പറഞ്ഞു കൊടുത്ത ദിക്ർ, കടം വീടാൻ, ഭർത്താവിൻ്റെ പിണക്കം മാറ്റാൻ, മക്കളുടെ രോഗം മാറാൻ, ടെൻഷൻ മാറാൻ, ഓരോന്നിങ്ങനെ ഹെഡിങ് എഴുതിയിട്ട് ആ ദുആ എഴുതുക. ഇതിങ്ങനെ ചൊല്ലുന്നതിനെ കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് ഇത് മാത്രമായിട്ട് കൂടുന്ന കുറേ ആളുകളുണ്ട്. ഇതേപോലെ എത്ര തമ്പനയിലാണെന്നറിയോ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ ഏത് നിധിയും സ്വന്തമാക്കാം. ഇങ്ങനെയൊക്കെ തമ്പനയിൽ എഴുതി വീഡിയോ ചെയ്യുന്ന കുറേ യൂട്യൂബർമാർക്കെതിരെ ആയിരിക്കാം അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ അത് പറയേണ്ടതുപോലെ പറഞ്ഞില്ല. ചില അശ്രദ്ധ സംഭവിച്ചു പോയി, അബദ്ധം സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർക്ക് വിമർശിക്കേണ്ടി വന്നത്. അല്ലാതെ അൻസാരി സുഹരി പണിക്ക് പോടാ, എങ്കിലേ കടം വീടൂ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. പണിക്ക് പോയാൽ കടം വീടൂ? പണിക്ക് ദിനം പ്രതി പണിക്ക് പോയിട്ടും കടം വീടാത്ത എത്രയോ ആളുകളുണ്ട്. വേറെ പല കാരണങ്ങൾ കൊണ്ടും കടം പെരുകുന്നവർ. ഇനി പണിക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട്, തയ്യാറുമാണ്, പണി കിട്ടാത്ത എത്ര ആളുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങ് പറയുമ്പോഴേക്കും ചില കാര്യങ്ങളിൽ അബദ്ധം വന്നു പോകും. അപ്പോൾ ശ്രദ്ധയോടെ നമ്മൾ പറയണം. നമുക്കൊരായിരം നന്മകളുണ്ടെങ്കിലും ഒരു ചെറിയ വീഴ്ച വന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ, അതിനെ കുറ്റപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംഘികളെ എതിർക്കുന്നത് പോലെ, ഇസ്ലാം വിമർശകർക്ക് മറുപടി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇസ്ലാമിലുള്ള ആളുകളെ വിമർശിക്കുമ്പോൾ. അവരെ വിമർശിക്കുമ്പോൾ അത് പ്രാമാണിക വിരുദ്ധമാണോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടേ പറയാവൂ. ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ വരും, വിമർശനങ്ങൾ വരും. എന്തായാലും അൻസാരി സുഹരിക്ക് സംഭവിച്ചു പോയത് അശ്രദ്ധ കൊണ്ട് വന്നു പോയ ഒരബദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. എന്തു തന്നെയാണെങ്കിലും, ഏത് അൻസാരി സുഹരിയാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും തെറ്റ് കണ്ടാൽ ഈ സമുദായത്തിലെ ആളുകൾ നമ്മുടെ ആളല്ലേ, നമ്മുടെ ഉസ്താദല്ലേ, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് കരുതി മിണ്ടാതിരിക്കില്ല എന്ന് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ഇസ്ലാം അങ്ങനെയാണ്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുക എന്നത് മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തമായി പഠിപ്പിച്ച മതമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.